വാൽപ്പാറ ദുരന്തത്തിന്റെ നടുക്കം മനുഷ്യഹൃദയങ്ങളിൽ വേദന ഉണ്ടാക്കിയപ്പോഴും അവിടെ ജീവൻ ബാക്കിയായ ആളുകൾ ഗുരുതരാവസ്ഥയിൽ ജീവിതത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോഴും ചില മനുഷ്യമൃഗങ്ങൾ മരിച്ചവരുടെ മതം തിരയുകയാണ്. മരിച്ചവർക്ക് മണ്ണ് നൽകാൻ പോലും ജാതകം നോക്കുന്ന അവസ്ഥയിലേക്ക് മലയാളി അധപ്പതിച്ചോ? ഇവിടെ സൗദികൾക്കിടയിൽ നമ്മൾ സ്ഥിരമായി നേരിടുന്ന ഒരു ചോദ്യമാണ് ഇന്തമിൻ വാൻ. അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയും കേരള. തിരിച്ചൊന്നേ ഇതുവരെ കേട്ടിട്ടുള്ളൂ. മാഷാ അല്ലാ, ഇന്നത്തെ കേരള അനഹുബ് കേരള, കേരള നഫർ മറ മിയാമിയ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ നെഞ്ഞൊന്ന് വിരിക്കും. അവിടെ മുസൽമാനോ ഹിന്ദുവോ ക്രിസ്ത്യാനോ ഇല്ല. അവർക്ക് മുമ്പിൽ നമ്മൾ പ്രബുദ്ധ മലയാളികളാണ്. ലോകത്തിനു മുമ്പിൽ കേരളം ഒരു മാതൃകയാണ്. ആ മലയാളി അപകടത്തിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ കുടുംബത്തിന്റെ കൂടെ നിൽക്കേണ്ട ഈ സമയത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട സമയത്തും കൃഷ്ണന് മുമ്പിൽ മന്തി വിളമ്പിയതിന് മതവികാരം വ്രണപ്പെട്ട പ്രതിഷേധത്തിലാണെങ്കിൽ നമ്മൾ മലയാളികൾക്കിടയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണന് മുമ്പിൽ മന്തി വിളമ്പിയ ആ പോസ്റ്റർ തെറ്റാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഭക്തരുടെ വികാരത്തെ മുറിപ്പെടുത്തിയതിൽ കുറ്റം പറയാനും പറ്റില്ല. പക്ഷെ അതിനു പിന്നിൽ ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കാനുള്ള അജണ്ട അതാരുടേതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അടിവരയിട്ട് പറയാം, ആ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് ആരായാലും ശുദ്ധ തമ്മാടിത്തരം തന്നെയാണ് ചെയ്തത്. കൃഷ്ണഭക്തരാരും ചിക്കൻ കഴിക്കാറില്ല എന്ന ചോദ്യം കൊണ്ട് ന്യായീകരിക്കാവതല്ല ആ തെറ്റ്. പക്ഷെ അത് മതവികാരം വ്രണപ്പെടുത്താനോ ഒരു സമൂഹത്തെ ഇകഴ്ത്തി കാണിക്കാനോ അല്ലായിരുന്നു എന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അവർ ഈ ട്രെൻഡിനൊപ്പം സഞ്ചരിച്ചതാ. ചെറിയ ഓലപ്പടക്കം കടലാസിൽ വെച്ച് തീ കൊടുത്ത് ഓടിയിരുന്ന കാലം കഴിഞ്ഞ് ഇന്ന് പിള്ളേർ സ്റ്റീൽ പാത്രത്തിലും പെട്രോൾ പാക്കറ്റിലും വെച്ച് പടക്കം എന്ന പേരിൽ പൊട്ടിക്കുന്നത് ബോംബാണ്. അതുകൊണ്ട് എത്ര ജീവൻ പോയ വാർത്തകൾ നമ്മൾ കേട്ട്. ജീവൻ പോയാലും റീലിട്ടാൽ മതി, ട്രെൻഡ് മുഖ്യം പിക്കിലെ എന്നാണ് മുദ്രാവാക്യം. അതുപോലെ ആ മന്തിക്കടക്കാരും ട്രെൻഡിനൊപ്പം സഞ്ചരിച്ചതാ. ആ പോസ്റ്റർ കണ്ട് വിഷുവിന് കൂടുതൽ മന്തി ഓർഡർ ചെയ്യണം എന്നേ അവർ വിചാരിച്ചുള്ളൂ. പക്ഷെ അവരുടെ കടയുടെ പേര് മെഹർ എന്നായിപ്പോയി. കട നടത്തുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിപ്പോയി. അതുകൊണ്ടാണ് വിഷുവിന് കത്തിയ പടക്കത്തേക്കാൾ ഭംഗിയായി ഇത് കത്താനുള്ള പ്രധാന കാരണം. പോസ്റ്റർ ഉണ്ടാക്കിയവൻ ഇത്ര വർഗീയമായി ഇത് ചിത്രീകരിക്കപ്പെടുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. പറ്റിപ്പോയ തെറ്റിന് അവർ വ്യക്തമായ മാപ്പും പറഞ്ഞു. നമസ്കാരം. മെഹർ മന്തി ആൻഡ് ഗ്രിൽസിന്റെ മാനേജിംഗ് പാർട്ണേഴ്സിൽ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ഷമീർ എന്നാണ്. കാരണം നമ്മളുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇത് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളിത് ആരെയും വേദനിപ്പിക്കാനോ ഒന്നിനും വേണ്ടിയല്ല. ഇതുകൊണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇത് നമ്മളൊരു മതപരമായോ ഒന്നുമല്ല കാണുന്നത്. കാരണം നമ്മൾ എല്ലാ മതങ്ങളെയും എല്ലാ ആചാരങ്ങളെയും നമ്മൾ ഒത്തിരി അധികം റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം നമ്മൾ താമസിക്കുന്ന കേരളത്തിലാണ്. കാരണം ഇതൊരു മതപരമായി ഒരു ദൈവത്തെ അവഹേളിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ നീതിപരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇങ്ങനൊരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഉണ്ടായതിൽ ഈ ഒരു മാനേജ്മെന്റിന്റെ പേരിൽ ഒത്തിരി 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 താഴ്ന്ന ലെവലിൽ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. ഈ ഒരു മാനേജ്മെന്റിന്റെ പേരിൽ ഒത്തിരി 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 താഴ്ന്ന ലെവലിൽ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. ഇതിന്റെ പ്രശ്നങ്ങൾ എന്തായാലും അത് എത്രയും പെട്ടെന്ന് എല്ലാവരും പൊരുത്തപ്പെട്ട് തന്ന് വീണ്ടും നിങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സോൾവ് ആകാൻ എല്ലാവരും കഴിയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. കാര്യങ്ങളെല്ലാം ഒന്ന് സോൾവ് ചെയ്ത് തരും. ആ പറഞ്ഞ മാപ്പിൽ കൃഷ്ണ ഭഗവാൻ ക്ഷമിച്ചിട്ടുണ്ട്. തെറ്റും കുറ്റും മനുഷ്യ സഹജവും ക്ഷമിക്കുകയും പൊറുക്കുകയും ദൈവികവുമാണെന്നാണല്ലോ. മനുഷ്യനൊരു തെറ്റ് പറ്റിയിട്ട് ക്ഷമ ചോദിക്കുമ്പോൾ പൊറുക്കപ്പെടാത്ത ദൈവമുണ്ടോ? എന്നിട്ടും എന്തിനാണ് ഇവിടെ പ്രതിഷേധം ഇരമ്പുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. കൃഷ്ണ ഭഗവാൻ ക്ഷമിച്ചാലും RSSന്റെ ചെന്നായ്ക്കൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. കേരളത്തിന്റെ ഐക്യം തകർക്കാൻ വീണ് കിട്ടുന്ന ഒരു അവസരവും അവർ മുതലെടുക്കാതിരിക്കില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചു പോസ്റ്റർ ഉണ്ടാക്കി പ്രതിഷേധിക്കുന്നവർക്ക് രവികുമാറിനെ പോലുള്ളവർ ഇതുപോലെ ഭംഗിയായി മറുപടി കൊടുക്കുമ്പോൾ അഭിമാനത്തോടു കൂടി പറയാം, ഇല്ല, മലയാളി ഒന്നടങ്കം അധപ്പതിച്ചിട്ടില്ല. നമ്മൾ തിരിച്ചറിയേണ്ടതും മാറ്റി നിർത്തേണ്ടതും ഇവരെ പോലുള്ള ചുരുക്കം ചില മനുഷ്യമൃഗങ്ങളെ മാത്രമാണ്. ഒരു ശശികലയോ ഒരു PC ജോർജോ ഒരു സുരേന്ദ്രനോ ചത്ത് മലച്ചാലൊന്നും ഈ രോഗം പൂർണ്ണമായി മാറില്ല. ഇതൊരു പകർച്ചവ്യാധിയായി തലമുറകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് ഒന്നേ പറയാനുള്ളൂ. BJPയുടെ വളർച്ച കാരണം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയുടെ അവസ്ഥയാണ് കേരളത്തിന്. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും മതവിദ്വേഷത്തിന്റെ വിത്തുകൾക്ക് അറിയാതെ പോലും വളമാകരുത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വിദ്വേഷം പടർത്തുന്നവർക്ക് ഈ നാടിനെ വിട്ടുകൊടുക്കരുത്. പശുവിന്റെയും പന്നിയുടെയും പേരിൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന RSS എന്ന വിഷജന്തുക്കളെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വരും തലമുറയ്ക്ക് സമാധാനത്തോടു കൂടി ഈ മണ്ണിൽ ജീവിക്കാൻ, കേരളത്തിന്റെ മതസൗഹാർദ്ദം നിലനിർത്താൻ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആശയം മുറുകെ പിടിച്ച് ജീവിക്കാൻ ഇന്ന് നമ്മൾ ബലി നൽകേണ്ടത് സ്വന്തത്തെ തന്നെയാണ്. ശുഭദിനം. ശ്രീകൃഷ്ണന്റെ ചിത്രം വന്നതിൽ ഉടമ അറസ്റ്റിൽ. ചെയ്ത ചെറ്റത്തര അല്ലാന്ന് പറയുന്നില്ല എന്ന് വെച്ച് എല്ലാവരും കൂടി ഒരു ചങ്ങായിനെ കയറി ഇങ്ങനെ ആക്രമിക്കുന്നത് ശരിയല്ല. വർഗീയത ഉണ്ടാക്കാനാണെങ്കിൽ ഓൻ്റെ സ്വന്തം സ്ഥാപനത്തിന്റെ പേരിൽ കൃഷ്ണന് മന്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യന്മാരല്ലേ, തെറ്റെല്ലാം പറ്റും. ഓനൊരു തെറ്റ് പറ്റിപ്പോയി അതോൻ ഏറ്റു പറഞ്ഞു. അന്നേരം എന്താക്കണം? സമൂഹം എന്താക്കണം? ഓനോട് ക്ഷമിച്ചു കൊടുക്കുക. തെറ്റോൻ ഏറ്റു പറഞ്ഞല്ലോ, അത്രയേ ഉള്ളൂ. ഇനി ആവർത്തിക്കാണ്ടിരിക്കുക. ഓക്കെ.